മാം ഒരുപാട് പേർക്ക് തൈറോയ്ഡ് അസുഖങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് തൈറോയ്ഡിൽ സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങൾ? അതെ, തൈറോയ്ഡ് നമ്മളീ പറയുന്ന കണക്ക് ഒരുപാട് സ്പെഷ്യൽ ഒ.പീസ് ഒക്കെ വർക്ക് ചെയ്യുന്നൊരു ടൈമാണിത്. വെച്ചാൽ തൈറോയ്ഡ് അത്രയും നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ മെയിൻലി തൈറോയ്ഡ് രോഗങ്ങൾ എടുത്താൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്ന ഒരു സിറ്റുവേഷനാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് ഡിസീസിൽ കണ്ടുവരുന്നത്. പിന്നെ ചിലർക്ക് നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ട മുഴയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഗോയിറ്റർ ഒരു വേറൊരു ടൈപ്പ് ഓഫ് ഡിസീസാണ്. ശരിക്കും പറഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യതിയാനമാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം എന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ തൈറോയിഡ് സ്ട്രക്ചറിൻ്റെ പ്രശ്നമാണ് ഈ പറയുന്ന ഗോയിറ്ററായിട്ട് അല്ലെങ്കിൽ മൾട്ടി നോഡുലാർ ഗോയിറ്ററായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ വളരെ റെയർ ആണെങ്കിലും പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ഇൻസിഡൻസ് കൂടി കാണുന്നതാണ് തൈറോയ്ഡ് ക്യാൻസേഴ്സ്. അത് ഈ തൈറോയ്ഡ് മുഴകൾ വരുന്നവരിൽ നമ്മൾ ഈ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ചില ഡൗട്ട്ഫുൾ സിറ്റുവേഷൻസ് കണ്ടുവരുന്ന സമയങ്ങളിൽ നമ്മൾ ഈ കുത്തി പരിശോധിക്കുക അല്ലെങ്കിൽ FNAC ചെയ്യുകയും അത് തൈറോയ്ഡ് ക്യാൻസറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും അങ്ങനെ നമ്മൾ പെട്ടെന്ന് റെഫറൽ ട്രീറ്റ്മെൻറ്റിലേക്ക് വിടാറുമുണ്ട്. അപ്പോൾ ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം തന്നെയാണ്. പിന്നെ അതിലൊരു ചേഞ്ച് ഇപ്പോൾ കണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നതായിരിക്കും ശരി. അതായത് ഒരു ഓട്ടോഇമ്മ്യൂൺ ബേസ് ആണ് ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കണ്ടുവരുന്ന 90% ഹൈപ്പോ തൈറോയിഡിസവും ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വെറൈറ്റിയിലാണ് വരുന്നത്. അതെ.